നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ എന്തിനാണ് അവർ ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. 1 minute. വേറൊരു കാർഡ് എടുക്കാം. ഇന്നലെ ഞാൻ കാർഡ്സ് എല്ലാം കൂടി ശരിക്കും പറഞ്ഞ ബോക്സിൽ അടച്ചു വിട്ടു. അല്ല പിന്നെ ബാക്കിയുള്ള ടെക്സ്റ്റിൽ കൂടെ എനർജി സ്പ്രെഡ് ആവുമെന്ന് വിചാരിച്ചു. അതെനിക്ക് വിനയായി തുറക്കാൻ പാടാം. ഓക്കെ, എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടല്ലേ. One minute. കാർഡ്സ് ഞാൻ ക്ലെൻസ് ചെയ്യണമായിരുന്നു. നോക്കൗട്ടായി ചെയ്ത് കഴിഞ്ഞാലൊക്കെ ക്ലെൻസ് ആകും. പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ജനറൽ റീഡിങ്സ് ആണ് കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നത്? ഓക്കെ, കിങ് ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, okay, Three of Pentacles, and Page of Swords. Queen of Swords reverse, Queen of Wands, Nine of Cups. Okay, Eight of Wands, Two of Wands. കുറേ നേരം ഇങ്ങനെ ഇരിപ്പ് പാടാണ്. സയൻസ് നോക്കാം. ഫസ്റ്റിൽ തന്നെ ഞാൻ ജസ്റ്റ് സയൻസ് ഒന്ന് പറയാം. സയൻസ് നോക്കുവാണെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേരിയസ് ആൻഡ് വാട്ടർ സൈൻ ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, ആൻഡ് then Gemini, Libra, Aquarius, little bit, Taurus, Virgo, Capricorn, Earth, little bit. സി, ഇവിടെ എനർജീസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി സിംഗിൾസ് ആണോ, സിംഗിൾ ആയിരിക്കാം, അല്ല നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, വാട്ട് എവർ, എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക്, ഇവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ഒത്തിരി അധികം ഇഷ്ടമാണ് ഈ ഒരു വ്യക്തിക്ക്. ഇവരെപ്പോഴും ഏതൊരു മൊമെൻറ്റിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ളൊരു തോട്ട്സ് ഉള്ളൊരു വ്യക്തിയല്ലേ. ഏത് രീതിക്കാണെങ്കിലും ഈ റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം എന്ന തോട്ട്സ് ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയും നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളാവാം, ഒരുമിച്ച് ജോലി ചെയ്ത് കൊളീഗായിരിക്കാം, കൊളീഗുമായിട്ടുള്ള റിലേഷൻ ആയിരിക്കാം ഇതൊരു പക്ഷേ. സോ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സി, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി എന്തിനാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. നിങ്ങൾ മാത്രമല്ല, ഇവർക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതാണ് ഇവിടെ. അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ഒത്തിരിയധികം ഓപ്ഷൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ചിന്തിക്കുന്നൊരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എനിക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് വേണം. ശരിയാണ്, ഓഫ് കോഴ്സ് നിങ്ങൾ ഇഷ്ടമുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കൂടെ ഈ ഒരു വ്യക്തി നിന്നിട്ട് അത്രയും ജെനുവിനായിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേങ്കിലും ഇവർക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. ഒത്തിരിയധികം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈക്ക് ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ഫുള്ളി കമ്മിറ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
ഇതിലും മികച്ചത് വെള്ളം കിട്ടുകയാണെങ്കിൽ എത്രയും നല്ലത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി കുറച്ച് ലോജിക്ക് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ലൈക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇമോഷൻസ് ഉണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് പ്രാക്ടിക്കാലിറ്റിക്ക് കൂടുതലായിട്ടും പ്രയോറിറ്റി. കാരണം ഈ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഈ ലൈഫിൽ ഏതെങ്കിലും ഒരു ഫേസ് വന്നിട്ടുണ്ടാവും, അന്ന് ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ലൈക്ക് ഇമോഷൻസ് ഒന്നും വെച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതിൽ വലിയ കാര്യമില്ല, പക്ഷെ എടുക്കുന്ന എപ്പോഴും ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട്സ് ഉള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഈ റീഡിങ് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഈ റീഡിങ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഭയങ്കര സെൽഫിഷാണ്, എത്രയൊക്കെ ഇമോഷൻസും ഫീലിങ്സും ഉണ്ടെങ്കിലും നിങ്ങളോട് സമ്മതിച്ച് തരുമോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുമോ ഒന്നും ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാവില്ല. ഇഷ്ടമൊക്കെ ആണെന്ന് നിങ്ങൾക്കും അറിയാം, ഈ ഒരു വ്യക്തിക്കും അറിയാം നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു വ്യക്തിക്ക്. കാരണം നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. പക്ഷേ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് നിൽക്കുമ്പോൾ പോലും ഒരു ശരിയായിട്ടുള്ള രീതിക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജീസാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഏതോ ഒരു ടൈമിൽ ഈ ഒരു റിലേഷന് ഭാവിയില്ല എന്നുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു റിലേഷനും ആ ഒരു റിലേഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓൾറെഡി ഈ ഒരു വ്യക്തി കുറേ ഒരു 3 ഡിവോഴ്സ് കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ട് ഇപ്പോൾ 3ാമത്തെ വൈഫായിരിക്കാം കൂടെയുള്ളത്. വാട്ട് എവർ എന്താണെങ്കിലും ഡിവോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം വീണ്ടും മാരേജ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു പേഴ്സൺ. ഓക്കെ, ക്രിസ്ത്യൻ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാരേജ് ഇനി ഇപ്പോൾ ഉള്ള മാരേജ് ബ്രേക്കായി പോകുമോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ടും ആവാം ഈ ഒരു വ്യക്തി ഇവരോട് നിങ്ങളോട് അത്ര സ്നേഹം ഉണ്ടായിട്ട് പോലും ഈ ഒരു വ്യക്തി ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയോ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആവാതിരിക്കുകയോ ചെയ്യുന്നതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, റെസനേറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുക കേട്ടോ ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് റെസനേറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം വിട്ടേക്കുക. നെക്സ്റ്റ് ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസയർ ഉണ്ടല്ലോ, അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ജസ്റ്റ് റീസെൻ്റായിട്ട് ഒരുപാട് ഡ്രീംസുകൾ കാണുന്നുണ്ടാവും, കുറേ സിങ്ക്രോണിസിറ്റീസ് കാണുന്നുണ്ടാവും. യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേയധികം സയൻസും സിമ്പിൾസും ഒക്കെ കാണിക്കുന്നുണ്ടാവാം. ലൈക്ക് ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഡിവൈനും ആർക്കേഞ്ചൽസ് മൈക്കിൾസ് അങ്ങനെ കുറേ എനർജീസ് ഉണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസ് നിങ്ങൾ ഒത്തിരി അധികം റിയൂണിയൻ്റെ സയൻസ് 1111 കാണുന്നുണ്ടാവാം, 222 കാണുന്നുണ്ടാവാം, 333 കാണുന്നുണ്ടാവാം, 999 കാണുന്നുണ്ടാവാം, അതുപോലെ തന്നെ 77 കാണുന്നുണ്ടാവാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഏജ് 29 ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് 29 ആയിരിക്കാം. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി അധികം ഫിയർ ഉണ്ട്, അതാണ് മെയിൻ റീസൺ. കാർഡ് പേജ് ഓഫ് കപ്സ്, ദി ഫൂൾ, ഞാൻ പറഞ്ഞില്ലേ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാതിരിക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. നിങ്ങൾ മാത്രമല്ല, വേറെ ഒത്തിരി അധികം ഓപ്ഷൻസ്, പല ആളുകളുമായിട്ട് ഡേറ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഏതോ ഒരു ഫേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവർ ചാറ്റ് ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു എന്നുള്ളതിലുപരി അവർക്ക് അവിടെ ഒരു ഇമോഷൻസ് ഒന്നുമില്ല ഒരു വ്യക്തിക്ക് അവിടെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ എനർജി വെച്ച് നോക്കുമ്പോൾ ഇവർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നോക്കുകയാണ്. ബെറ്റർ ആയിട്ടുള്ളത് കിട്ടിയില്ലെങ്കിൽ ഈ റിലേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു എനർജിയാണ്. എനിക്ക് അറിയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സങ്കടം വരുന്നു, പക്ഷേ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ എനിക്ക് ഇതാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഇവർ സേഫ് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം നാളെ ഒരിക്കൽ ഈ റിലേഷനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഇറങ്ങി പോകാൻ പറ്റണം. അതായത് നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ
ആൾക്കും അത് അവിടെ ഒരു ബൗണ്ടറിയാണ്. കാരണം നാളെ ഒരിക്കൽ എന്തെങ്കിലും നല്ലൊരു പ്രപ്പോസൽസോ നല്ല മാരേജ് ലൈഫോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നൈസായിട്ട് പോകാമല്ലോ. എന്നിട്ട് പിന്നെ അവിടെ ഒരു ഇതില്ല, ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്യൂ നിങ്ങൾക്കൊരു ഇഷ്യൂ ആകും എന്നുള്ളൊരു ഫിയർ ഇല്ല. അങ്ങനെ നൈസായിട്ട് പോകാമല്ലോ എന്നുള്ളൊരു തോട്ട്സാണ് ഈ ഒരു വ്യക്തിക്ക്. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഇമോഷൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കഴിവാണ് കേട്ടോ, ടു ബി ഹോണസ്റ്റ്. കാരണം മിക്കവർക്കും ഇന്നത്തെ കാലത്ത് സ്നേഹം എന്നുള്ളൊരു കാര്യത്തിന് ഒരു വാല്യൂ ഇല്ലാത്തൊരു ഒരു കാലമാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളെ, നിങ്ങൾ മാരീഡാണ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൈൻഡ്നെസ്സും സ്നേഹിക്കാൻ നമ്മളെങ്ങനെ ഒരാളെ സ്നേഹിക്കും, ഇത് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് വാട്ട് എവർ, എന്ത് ബന്ധമാണെങ്കിലും അത് നല്ല രീതിക്ക് ആത്മാർത്ഥതയോടും ജെന്യുവനായിട്ടും ഒക്കെ ഏതൊരു വ്യക്തിയും ട്രീറ്റ് ചെയ്യും. അവരോട് ഇപ്പോൾ ഒരാളോട് കൈൻഡ്നെസ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്, അതിനെ നമ്മൾ നമ്മുടെ മക്കളിലൂടെ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സ്നേഹം ഇല്ലാത്ത രീതിയിലേക്ക് വളർന്നു വരും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളല്ല നമ്മളുടെ ലൈഫിൽ മക്കൾ കണ്ട് വളരുന്നതാണ് അവർ ലേൺ ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മക്കളെയൊക്കെ നന്നായിട്ട് സ്നേഹത്തോടു കൂടി കൂട്ടുകാരനോടും അതുപോലെ തന്നെ എല്ലാവരോടും ജെനുവിനായിട്ടും സ്നേഹത്തോടു കൂടി ലോയാലിറ്റിയോടു കൂടി നിൽക്കാനായിട്ടൊക്കെ പഠിപ്പിക്കുക. കാരണം മുന്നോട്ടുള്ള ടൈമിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവും, അവരും ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ. ഓക്കെ, ഇപ്പം നമ്മൾ കൊടുക്കുവാണെങ്കിൽ തിരിച്ചതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നുള്ളൊരു ക്വാളിറ്റി ഏതൊരു വ്യക്തിക്കും തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷെ ചില ആളുകൾ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അവർ മാറുന്നുണ്ടാവില്ല. സോ അതുപോലത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനിക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ അത് ഉപയോഗിച്ചിട്ടൊരു ഇതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നില്ല. വാട്ട് എവർ. മിക്ക റീഡിങ്സും കാണുമ്പോൾ ഞാൻ റീഡിങ്സ് എടുക്കുന്ന ടൈമിൽ ലൈക്ക് എൻ്റെ ദൈവമേ ഇതെന്താ സംഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിങ്സിനും ഇമോഷൻസിനും മാരേജസിനും ഒന്നും എന്താ പറയുക, ഒരു ലൊയാലിറ്റി ഇല്ല ഒന്നിലും. ആ ഒരു രീതിക്കാണ് മിക്കവരും നിൽക്കുന്നുള്ളത്. ഇപ്പോൾ ഒരു റിലേഷനെ വാട്ടെവർ എന്ത് റിലേഷനും ആയിക്കോട്ടെ, മാരിറ്റലായിക്കോട്ടെ, എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഒന്നും ആർക്കും എല്ലാവരും എന്തെങ്കിലും ലാഭം നോക്കി നിൽക്കുന്ന ഒരു എനർജി. എനിക്ക് എന്ത് ലാഭം അതിൽ കിട്ടുന്നത് എന്നുള്ളത്. ഗിൽട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നത്? Full awareness, stress, tightness, source, laziness, possibilities, bottoms abundance. Okay. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ലൈക്ക് എന്താ പറയുക, ക്യാഷിനോടുള്ള ആർത്തി, അല്ലെങ്കിൽ പൊസിഷൻസിനോടുള്ള ആർത്തി, നെയിം ഫെയിമിനോടുള്ള ആർത്തിയും അതും റീസണാണ് ഈ റിലേഷനിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നതിനുള്ളൊരു റീസൺ. ഇതും ഒരു റീസൺ തന്നെയാണ് കേട്ടോ. ചില ആളുകളുണ്ടല്ലോ, എനിക്ക് പറ്റിയിട്ടുള്ള ആളല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിട്ടുള്ള ആളല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എൻ്റെ ഫാമിലി സമ്മതിക്കത്തില്ല എന്നുള്ളൊരു വേർഡ്സിൽ നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ടാവും. അതുപോലത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. സോ നിങ്ങൾ ഈ റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺടാക്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇവിടെ കോൺടാക്റ്റ് വരും. ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ബട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല. ഈ ഒരു എനർജിയിലായിരിക്കും ഒരു വ്യക്തി വരുന്നത്. ബിക്കോസ് ആൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. 7 ഓഫ് കപ്സ് ഉണ്ട്. ആ 7 ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആൾ ഈ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്.
സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, വെയിറ്റിംഗ് ഫേസിൽ ഇരിക്കുക. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ഗിൽട്ടുണ്ട്, നിങ്ങളോട് ചെയ്യുന്നതിന് നല്ല രീതിക്ക് ഗിൽട്ടുണ്ട്. ചില സമയത്ത് ആൾ വിചാരിക്കും, എന്താ പറയുക, ഞാൻ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, സെൽഫിഷ്നെസ് ആണ്. ഒരു വ്യക്തിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഡിസേർവ് ചെയ്യുന്നതും കൊടുക്കാതെ അവരെ പിടിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ടിട്ട് ഉള്ളൊരു കാര്യമാണെന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നാറുണ്ട്. മനസ്സിലായ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. സി ഗൈസ്, നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ സിംഗിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾ ഇവരെ മാരി ചെയ്യണം എന്നുള്ള ഒറ്റക്കാലിൽ തപസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റക്കാലിൽ തപസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഭാവിക്ക് നല്ലത്. കാരണം ഇവർ നിങ്ങളെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.